ഈ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് ആൾക്കാർ ഉണ്ട്. മരണപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഗാർഹിക പീഡനങ്ങൾ ഉണ്ടായിട്ടോ. അതിന്റെ പേരിൽ ഒരുപാട് അങ്ങനെ തന്നെയുള്ള ഗാർഹിക പീഡന നിയമം തന്നെ കൊണ്ടുവരുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അങ്ങനെയാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നത് എപ്പോഴും നമുക്ക് ചിലയിടത്ത് അങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയുള്ളൂ. ഒരിക്കലും അങ്ങനെ പറയുമ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരാന്നുള്ളൊരു ഇത് പോകും. അപ്പോൾ എൻ്റെ ഉമ്മേനെ പോലും ഞാനപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ ചേട്ടൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഞങ്ങളെക്കാൾ സാമ്പത്തികം കുറവുള്ള ഒരു വീട്ടിലാണെങ്കിൽ, ജസ്റ്റിനെ പറയുന്നത് പോലെയാണെങ്കിൽ, ചേച്ചി പറയുന്ന പോലെയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്? എൻ്റെ ഉമ്മ മോശമായിട്ട് അവിടെ ബിഹേവ് ചെയ്യുന്ന അങ്ങനെയല്ല. ഇന്ന് 4 വർഷമായി വിവാഹം കഴിച്ചിട്ട് ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സ്വന്തം മകളെ പോലെ കാണുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വ്യത്യസ്തം പല കുടുംബത്തിലും വ്യത്യസ്ത രീതിയിലായിരിക്കും. ഏറ്റവും ബെറ്റർ. പിന്നെ ഞങ്ങളുടെ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം വേറൊരു കാരണം കൂടി ഉണ്ട്. ഞങ്ങൾ 3 ആൺപിള്ളേരുടെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വന്നതിന്റെ ആ സ്നേഹം കൂടി ആവാം മേ ബി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് കുടുംബത്തിനെയും ഡിപ്പെൻസ് ആണ്, ഓരോ കുടുംബത്തിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ നമ്മൾക്ക് മാതാപിതാക്കൾക്ക് ഒരു വിലയും നിലയും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കയറി ചെല്ലുന്ന വീട്ടിൽ കുറച്ച് സാമ്പത്തികം കുറവാണെങ്കിലായിരിക്കാം അത് അവരുടെ ചിന്താഗതിയാണ്. ഞാൻ പറയുകയും ചെയ്തല്ലോ, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ അതിന്റെ പേരിൽ പിന്നെ സ്ത്രീധനത്തിന് കുറഞ്ഞു പോയി, ഞങ്ങൾക്ക് ഇത്ര ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുടുംബങ്ങളും ഉണ്ട്, ഇല്ല എന്നുള്ള വാക്കുകളൊന്നും ഇവർക്ക് കേൾക്കേണ്ടി വരൂല.